साथियों, कांग्रेस के नामदार का कहना है कि साउथ को मैसेज देना था तभी वायनाड गया। अरे तिरुवनंतपुरम से मैसेज नहीं जारी दिया जा सकता था क्या? ये तो राजधानी है। तिरुवनंतपुरम से नहीं तो पट्टनमथिट्टा से भी ही मैदान में उतर आते और बड़ा मैसेज चला जाता। സുഹൃത്തുക്കളെ, ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് ഇവർ കരുതുന്നതെങ്കിൽ ഇവർക്ക് വലിയ തെറ്റാണ് പറ്റിയിരിക്കുന്നത്. കോൺഗ്രസ്സുകാർ പറയുന്നത് ദക്ഷിണേന്ത്യക്ക് ഒരു സന്ദേശം നൽകാനാണ് വയനാട് വരെ വന്നിട്ടുള്ളത് എന്നാണ്. അതെന്താ, തിരുവനന്തപുരത്ത് ഇറങ്ങി ഒരു സന്ദേശം കൊടുത്തുകൂടെ? തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാനമല്ലേ? ഇനി തിരുവനന്തപുരത്ത് വേണ്ടാന്ന് വെച്ചോ. എന്നാൽ പത്തനംതിട്ടയിൽ ഇറങ്ങി അതിനേക്കാൾ വലിയൊരു സന്ദേശം കൊടുത്തുകൂടെ? എന്താ അതിനൊന്നും മുതിരാത്തത്? भाई और बहनों, ये मैसेज साउथ के लिए नहीं बल्कि ये मैसेज अपीजमेंट पॉलिटिक्स का है, जिसको कांग्रेस ने अपने विजन का हिस्सा बना लिया है। भाई और बहनों, कांग्रेस अमेठी मॉडल ऑफ डेवलपमेंट का विजन केरल के लिए लेकर के आई है। आज के डिजिटल इंडिया के युग में जब स्मार्टफोन हर हाथ में है और डेटा दुनिया में सबसे सस्ता हमारे यहाँ है, तब अमेठी की हालत जानने में केरल को ज्यादा परेशानी नहीं होगी। साथियों, केरला में जाति पंथ के आधार पर भेदभाव और भ्रष्टाचार गवर्नेंस का मॉडल बन चुका है। खुद मुख्यमंत्री पर लवलीन घोटाले के आरोप हैं, मंत्रियों पर गंभीर आरोप हैं, यहां तक कि बाढ़ और तूफान से प्रभावित लोगों के लिए जो पैसा आया उसको भी नहीं छोड़ा। अब तो ये भी साफ हो रहा है कि केरला की भीषण बाढ़ नेचुरल कैलेमिटी से ज्यादा सरकारी लापरवाही का परिणाम ही थी। സുഹൃത്തുക്കളെ, കേരളത്തിൽ ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിട്ടുള്ള ഒരു ഭരണ സംവിധാന മാതൃകയാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ ലാവ്ലിൻ അഴിമതിയിൽ ആരോപിതനാണ്. മറ്റു നിരവധി മന്ത്രിമാർ ഗുരുതരമായിട്ടുള്ള അഴിമതി ആരോപണങ്ങളുടെ നിഴലിലാണ്. വെള്ളപ്പൊക്കത്തിലും ചുഴലിക്കാറ്റിലും കഷ്ടപ്പെട്ട ദുരിതബാധിതർക്ക് അയച്ചു കൊടുത്ത പണം പോലും അത് അർഹതപ്പെട്ടവർക്ക് ലഭ്യമാക്കാൻ സാധിച്ചില്ല. അതുപോലും തട്ടിയെടുക്കുന്ന, അവരെ പോലും വെറുതെ വിടാത്ത ഒരു ഭരണ സംവിധാനമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഒരു കാര്യം, കേരളത്തില് ഈ തരത്തിലുള്ള ദുരിതബാധിതരെ, ആ ദുരിതത്തിന് കാരണക്കാരായിട്ടുള്ളത്, അത് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന വിവരം, ആ ദുരിതത്തിന്, വെള്ളപ്പൊക്കത്തിന് കാരണക്കാരായിട്ടുള്ളത് ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. A government that is so careless does not have the right to remain in office for a single moment.